ഹായ്, ഓടിച്ചാടി തുള്ളിക്കളിച്ചു പോകുന്ന ഈ ഒരു മുയൽക്കുട്ടിനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പർ ഗ്ലാസ്, 2 ബോട്ടിലിൻ്റെ ക്യാപ്പ്, സിസർ, ഗം, സ്കെച്ച് പെൻ. പിന്നെ നമ്മുടെ മുയൽക്കുട്ടിനെ നല്ല കളർഫുള്ളായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഓർഗാമി പേപ്പർ കൂടി യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്ത് നമുക്ക് ഏത് കളറ് ഓർഗാമി പേപ്പറാണോ വേണ്ടത് ആ കളറ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ച് നല്ല ക്യൂട്ടായിട്ട് എടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് സെല്ലോ ടേപ്പ് കൂടി ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് ബോട്ടിലിൻ്റെ ക്യാപ്പ് രണ്ടും ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതില്ലാത്തവരുണ്ടെങ്കിൽ ഫെവിക്കോള് വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇനി കവളുകൾക്ക് വെക്കാനായിട്ട് റെഡ് കളർ ഓർഗാമി പേപ്പർ കുഞ്ഞി സർക്കിൾ ഷേപ്പിൽ എടുത്തിട്ട് ഒട്ടിച്ച് വെക്കാം. അതില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി 2 സൈഡിലുമായിട്ട് ഇതേപോലെ ഇങ്ങനെ മീശ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആ മുകളിലെ ടോപ്പ് ഭാഗം കവർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഏത് കളറാണോ ചുറ്റി കൊടുത്തിരിക്കുന്നത് ആ കളറ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റായിട്ട് തന്നെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് 2 ചെവികൾ അതേ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം 2 സൈഡിലുമായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പണിയിരിക്കുന്നത്. 2 ബോട്ടിൻ്റെ ക്യാപ്പ് എടുത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഇല്ലാത്തവരുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയതാണ്, റബ്ബർ ബാൻഡ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ 2 ക്യാപ്പുകളും വയ്ക്കുക. പിന്നെ അതിൻ്റെ സൈഡ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പേപ്പർ ഗ്ലാസിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ 2 സൈഡിലേക്കായിട്ട് ഈ റബ്ബർ ബാൻഡിൻ്റെ 2 അറ്റവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ നന്നായിട്ട് തിരിച്ച് നമ്മുടെ മുയൽക്കുട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. താങ്ക് യു.